നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ നിങ്ങളുടെ മുന്നിലേക്ക് റിവേഴ്സ് ആയിട്ട് വരച്ചു കാണിക്കുന്ന ഒരു ആർക്കിടെക്ട്. കസ്റ്റമറുടെ നേരേക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്ന സാധാരണ എന്താ, നമ്മളൊരു പടം വരച്ചിട്ട് തിരിച്ച് അവരെ കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിൽ കാണുന്ന ഡിസൈനുകൾ. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് ബ്രെയിനിൽ ഉണ്ടാകുന്ന റൈറ്റ് ബ്രെയിനിൻ്റെ ഒരു പവറാണത്. സയൻറ്റിഫിക്കലായിട്ട് അതിൻ്റെ പഠനങ്ങൾ ഒരുപാട് നടന്നു, ഒരുപാട് ബുക്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴും പിക്കാസോ ഉൾപ്പെടെയുള്ള ഗ്രേറ്റ് ആർട്ടിസ്റ്റുകൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ മനസ്സിലാവുന്നു. ഇങ്ങനെ വരയ്ക്കുന്ന മറ്റൊരു ആർക്കിടെക്റ്റിനെ സാറിന് അറിയൂ? 6-7 കൊല്ലമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്ത് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ആർക്കിടെക്റ്റ് ഉണ്ടായിട്ടുള്ളൂ. 1980 വരെ ജീവിച്ചിരുന്ന പോളാർ വില്യം എന്നൊരു ആർക്കിടെക്റ്റ് മാത്രമേ നിങ്ങൾക്ക് ആർക്കും ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റുള്ളൂ. രണ്ടാം സ്ഥാനത്തേക്ക് ഈ ഞാനും ഒരു മലയാളി എന്നുള്ള രീതിയിൽ. ഈ റൈറ്റ് ബ്രെയിനിൻ്റെ പവറിനെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് അവരിതിനെ റിസർച്ച് ചെയ്യാനായിട്ട് കാത്തിരുന്നതാണ് ഞാനൊരു മെറ്റീരിയലായി മാറുന്നത്. ഒരു പേനയോ പെൻസിലോ എടുത്ത് വരച്ചു തുടങ്ങി കഴിഞ്ഞാൽ അത് തീരുന്നത് വരെ ഞാനത് കൈയെടുക്കത്തില്ല. മലബാർ ഗോൾഡിൻ്റെ കോ ചെയർമാനായ ഡോക്ടർ PA ഇബ്രാഹിം ഹാജി, അദ്ദേഹത്തിൻ്റെ വീട് ഞാനാണ് ചെയ്തത്. ഒരു 50,000 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള വീടാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്നാണ് ഞാനിത് വരച്ചത്. അതുപോലെ തന്നെയാണ് അരൂർ പള്ളിയും വരച്ചതെന്ന് ഞാൻ അതെ. അതിൻ്റെ സൈറ്റിൽ പോയി നിൽക്കുന്ന സമയത്ത് അവിടുന്ന് മോളിൽ മാവിൻ്റെ ഒരു ഇല വന്ന് പറന്ന് എൻ്റെ മുമ്പിൽ വന്ന് വീഴുകയും ആ ഇല ഞാൻ നടുക്കത്തെ ഞരമ്പ് മാത്രം എടുത്തിട്ട് താഴത്തെ പള്ളിയുടെ സ്കെച്ച് വരച്ച് ആ കോൺസെപ്റ്റ് വരയ്ക്കുന്നത് ഒരു 10 സെക്കൻഡ് കൊണ്ട് നടന്നതാണ്. അങ്ങനെയാണ് അരൂർ പള്ളിയുടെ ജനനം. കണ്ണമാലിപ്പള്ളി ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ പൂവിൻ്റെ ആശയത്തിൽ നിന്നാണ് ഞാൻ അതിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിലല്ല ഇങ്ങനെ ഒരു ആർച്ച് പോലൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ആ പള്ളി ഡിസൈൻ ചെയ്യുന്നത്. 96-97 കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിൻ്റെ യുഗം. ഉടനെ തന്നെ കമ്പ്യൂട്ടർ മേടിച്ച് ആരും പഠിപ്പിക്കാതെ 3D ആനിമേഷനും 3D സ്റ്റുഡിയോയും പഠിച്ചു. 2-3 മണിക്കൂറിന് അറിയാവുന്ന വരകൾ മുഴുവൻ വരച്ച് ഞാൻ നിലത്തിരുന്ന വരക്കുന്നത്. എനിക്ക് മേശയെ കട്ടിലൊന്നുമില്ല, ഞങ്ങളെല്ലാവരും കൂലികളായതുകൊണ്ട് നിലത്താണ് കിടക്കേണ്ടത്. ഒരു ചിത്രം വരച്ചു, 3D വരച്ചപ്പോൾ പുള്ളി പറഞ്ഞു കാലത്ത് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അതിനുശേഷം സാർ ഒരു ചെക്ക് എഴുതുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പോയത് 300 രൂപ ആയിരിക്കും. നല്ല ചെക്ക് എടുത്ത് നോക്കിയപ്പോൾ 3000 രൂപ. ഒരു ഡ്രോയിങ്ങിന് ഒരു രാത്രി കൊണ്ട് 3000 കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എന്നെ വാളോളം ഉയർത്തി. ഓഫീസ് തുടങ്ങി, പലക നിരയിട്ട കുഞ്ഞി സ്ഥാപനം. കേരളത്തിൽ അങ്ങോളമുള്ള എല്ലാ ആർക്കിടെക്ട്സിനും വേണ്ടി ട്രിവാൻഡ്രം തൊട്ട് കോഴിക്കോട് വരെ ആ കാലഘട്ടത്തിലെ എല്ലാ ആർക്കിടെക്ട്സിനും 3D വരക്കലായിരുന്നു എൻ്റെ ഒരു വൻ കയറ്റത്തിന് സാധ്യതയുണ്ട്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. വളരെ യാദൃശ്ചികമായി ഒരു ആർക്കിടെക്റ്റിനെ പരിചയപ്പെടാനിടയായി. അപ്പോൾ ഒരു ആർക്കിടെക്റ്റ് അല്ലേ, നമ്മൾ എല്ലാവരും കാണുന്ന ആൾക്കാരല്ലേ, അതിലെന്താ അത്ര പുതുമ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈൻ, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ നിങ്ങളുടെ മുന്നിലേക്ക് റിവേഴ്സ് ആയിട്ട് വരച്ചു കാണിക്കുന്ന ഒരു ആർക്കിടെക്ട്. അങ്ങനെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മുൻപേ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തുകയാണ്. ജൂഡ്സൺ അസോസിയേറ്റ്സിലെ PR ജൂഡ്സൺ. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. ഞാനിപ്പോൾ ഒരുപാട് ഫേംസിൽ പോയിട്ടുണ്ട്, ആർക്കിടെക്ചറൽ ഫേംസിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ പറയുന്ന ഒരു ഐഡിയ, ഞാനിങ്ങനെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണം, ഇതെല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ പറയും ഓക്കെ, ഇനി കുറച്ചു കാലം കഴിഞ്ഞ് വാ, നമ്മൾ വിളിക്കാം, അപ്പോഴത്തേക്ക് നമ്മളൊരു പ്ലാൻ വരച്ചു വെച്ചിട്ടുണ്ടാകും എന്ന് പറയും. പക്ഷേ ഈ പ്ലാനും എലിവേഷനും നമ്മുടെ കസ്റ്റമർ പറയുന്നത് എന്താണോ അത് കേട്ട് ഉടനടി അവർക്ക് തിരിച്ചു വരച്ചു കൊടുക്കുന്നു. അതും അവരെങ്ങോട്ടാണോ ഇരിക്കുന്നത് അവർക്ക് നേരിട്ട് കാണാവുന്ന രീതിയിലേക്ക് അതൊക്കെ വരച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഇതുകൊണ്ട് ഒരു കസ്റ്റമർക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് സാർ ഒന്ന് പറയാമോ? ഒരു കസ്റ്റമറിന് അവൻ്റെ വീട് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു തോന്നലിലൂടെ ആയിരിക്കും ഒരു ആർക്കിടെക്റ്റിനെ അവർ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അവൻ്റെ മനസ്സ് എനിക്ക് കാണാൻ സാധിക്കുന്നതാണ്
എൻ്റെ ഒരു വിജയമായിട്ട് ഞാനും വിചാരിക്കുന്നത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് യാദൃശ്ചികമായി അവൻ്റെ മുമ്പിലേക്ക് അവൻ്റെ ചിത്രം അവന് കാണുന്ന രീതിയിൽ ഫേസ് ചെയ്ത് വരച്ചു വരുന്നത് അവന് കൗതുകം ഉളവാക്കും. പക്ഷെ അത് ഞാൻ റിവേഴ്സ് ഇട്ടിരുന്നായിരിക്കും വരക്കുന്നത്, എൻ്റെ സൈഡിലായിരിക്കില്ല അത് വരക്കുന്നത്. അതാണ്, അതായത് കസ്റ്റമറുടെ നേരേക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്ന, സാധാരണ എന്താ നമ്മളൊരു പടം വരച്ചിട്ട് തിരിച്ച് അവരെ കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിൽ കാണുന്ന ഡിസൈനുകൾ. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് ആദ്യകാലങ്ങളിൽ എനിക്കതിനെപ്പറ്റി ഒരു കൃത്യമായ ധാരണ ഇല്ലായിരുന്നെങ്കിലും എനിക്കിത് വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഒരു ടാലൻ്റ് ആയിരുന്നു, എനിക്ക് റിവേഴ്സ് വരയ്ക്കാവുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ ഗൂഗിളിൽ കയറി നോക്കിയപ്പോഴും ChatGPT നോക്കിയപ്പോഴും ഒരു മാസ് സംഭവമായിട്ടാണ് തോന്നിയത്. ഇത് ബ്രെയിനിൽ ഉണ്ടാകുന്ന റൈറ്റ് ബ്രെയിനിൻ്റെ ഒരു പവറാണത് തിരിച്ചു വെച്ചത്. ഒരു ആർട്ട് നമ്മൾ ആസ്വദിക്കുമ്പോൾ, ആർട്ട് നമ്മൾ കണ്ടുകൊണ്ട് വരക്കുമ്പോഴാണ് അത് ആസ്വാദനം ചെലുക്കുന്നത്. അത് വര മാത്രമല്ല, മ്യൂസിക് ആയാലും എന്തായാലും നമ്മൾ റിട്ടേൺ നമുക്ക് കിട്ടിയാൽ മാത്രമേ, ഇപ്പോൾ സംഗീതം പാട്ട് പാടുന്നവരെല്ലാവരും ഇങ്ങനെ ചെവി അമർത്തി പിടിച്ച് പാടുന്നത് വെച്ചാൽ അവനാണ് ആദ്യം റിട്ടേൺ കിട്ടേണ്ടത്, എന്നാലും അവനത് ആസ്വദിച്ച് അവന് തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ആർട്ടിൻ്റെ എന്ന് വെച്ചാൽ ഇത് ബ്രെയിനിലുള്ള ഒരു മാജിക്കാണ്. ഈ മാജിക്ക് സംഭവിക്കുന്നത് ലെഫ്റ്റും റൈറ്റും ഒരേ സമയത്ത്. ഇപ്പോൾ സയൻറ്റിഫിക്കലായിട്ട് അതിൻ്റെ പഠനങ്ങൾ ഒരുപാട് നടന്നു, ഒരുപാട് ബുക്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബെറ്റി എഡ്വേർഡ് എന്ന് പറഞ്ഞ യുഎസിലുള്ള ഒരു ഡോക്ടർ തന്നെ അവർ സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്നിട്ട് അവർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് റിവേഴ്സ് വരച്ചു കഴിഞ്ഞാൽ. അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴും ChatGPT നോക്കുമ്പോഴും പിക്കാസോ ഉൾപ്പെടെയുള്ള ഗ്രേറ്റ് ആർട്ടിസ്റ്റുകൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ മനസ്സിലാവുന്നു. അപ്പോൾ ഈ സ്പീഡും ആ ഒബ്ജക്റ്റ് ഒരിക്കലും വരയുടെ ലോകത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ വരക്കുന്ന ഇപ്പോൾ ഒരു ജനലയോ വാതിലോ ഏത് ഭാഗവും വരക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അത് ആ ജനലയും ഇതുമായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത്. റിവേഴ്സ് വരക്കുമ്പോൾ അതൊരു ഒബ്ജക്റ്റായിട്ട് മാത്രമാണ്, ലൈനിൻ്റെ കൃത്യത മാത്രമായിരിക്കും എൻ്റെ മനസ്സിലേക്ക് വീഴുന്നത്. ആ ക്ലയൻറ്റ് എന്നോടത് ആവശ്യപ്പെടുമ്പോൾ, അതിപ്പോൾ എൻ്റെ ക്ലയൻറ്റ്സ് ഈ ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ അവർക്കറിയാം, ഇപ്പോൾ ഞങ്ങൾ ഓൺലൈനിലൊക്കെ ആയിരിക്കും മിക്ക മീറ്റിംഗ് എടുക്കുന്നത്. അപ്പോൾ എനി ഡെസ്കും ടീം വ്യൂവറൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് ദുബായിൽ ഓഫീസുള്ളതുകൊണ്ട് ക്ലയൻറ്റായിട്ടൊക്കെ ഡീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. ആ ഡിസ്കഷനിലെല്ലാം ഈസി ആയിട്ട് അവരെന്താ അപ്പുറത്ത് നിന്ന് ആലോചിക്കുന്നു അതെനിക്ക് വരക്കാൻ പറ്റുന്നത് ഈ റിവേഴ്സ് എന്നുള്ള ബ്രെയിനിൻ്റെ മാസമായിട്ടുള്ള ഒരു ഇതുകൊണ്ട് സംഭവിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുന്ന മറ്റൊരു ആർക്കിടെക്റ്റിനെ സാറിന് അറിയൂ? ഞാനിപ്പോൾ ബുക്ക് ഓഫ് റെക്കോർഡും ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നു. ആ സമയത്തെല്ലാം അന്ന് തൊട്ട് നമ്മളൊരു 6-7 കൊല്ലമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്ത് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ആർക്കിടെക്റ്റ് ഉണ്ടായിട്ടുള്ള പോളാർ വില്യം എന്ന് പറയുന്ന അമേരിക്കയിൽ 1910 ജീവിച്ചിരുന്ന വെച്ചാൽ 1980 വരെയും ജീവിച്ചിരുന്ന പോളാർ വില്യം എന്നൊരു ആർക്കിടെക്റ്റ് മാത്രമേ നിങ്ങൾക്ക് ആർക്കും ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റുള്ളൂ. 2ാം സ്ഥാനത്തേക്ക് ഈ ഞാനും ഒരു മലയാളി എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ അതിന് ഒരു റെക്കോർഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? അതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് വഴി തന്നെ ശ്രമിച്ചിട്ട് US അവർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് നമുക്കിപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് അവരിതിനെ റിസർച്ച് ചെയ്യാനായിട്ട് കാത്തിരുന്നതാണ്. അപ്പോൾ ഒരു മെറ്റീരിയലായി മാറാനുള്ള ഒരു സന്തോഷം കൂടി എനിക്കും എൻ്റെ ഗ്രൂപ്പിനുണ്ട്. ഞാനൊരു മെറ്റീരിയലായി മാറുമെന്നുള്ള അതിൻ്റെ സ്റ്റഡി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ബ്രെയിനിൽ ഇതെന്താണ് സംഭവിക്കുന്നത് ഇതിനെപ്പറ്റി പല അത് ഗൂഗിൾ ചെയ്ത് അറിയാം. ഈ റൈറ്റ് ബ്രെയിനിൻ്റെ പവറിനെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അവർക്കൊന്നും ഒരു റിയൽ മെറ്റീരിയൽ ലോകത്തിലേക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ സാർ ഇപ്പൊ എന്നാ തിരിച്ചറിഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്, ഞാൻ വരയ്ക്കുന്നത് ഇങ്ങനെ റിവേഴ്സ് ആയിട്ടാണ് എന്നുള്ള ആ ഒരു കാര്യമില്ലേ, അത് എപ്പോഴത് അത് സ്വയം റിയലൈസ് ചെയ്തത്? മലബാർ ഗോൾഡിൻ്റെ കോ ചെയർമാനായ ഡോക്ടർ PA ഇബ്രാഹിംജി സാറാണ് എന്നോട് ഒരിക്കലും പറഞ്ഞത്, നീ ഇതെങ്ങനെയാണ് വരയ്ക്കണേന്ന് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട് കോഴിക്കോട് ഞാനാണ് ചെയ്തത്. ഒരു 50,000 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള വീടാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്നാണ് ഞാനിത് വരച്ചത്, ഈ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് എല്ലാ ബാൽക്കണിയും ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വേണമെന്ന് പുള്ളിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ആ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പുള്ളിയുടെ മുമ്പിലിരുന്ന് ഈ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം പുള്ളിയും കൂടി ഇരുന്നുകൊണ്ടാണ് ഞാൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നത്. ടീപ്പോയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ വരച്ച ആദ്യത്തെ സ്കെച്ച്. കുറച്ച് കഴിഞ്ഞ് പുള്ളി വന്നിട്ട് ചോദിച്ച്, നീ ഇതെന്താ ഇതിങ്ങനെ വരക്കണേന്ന് വെച്ചു, ഇങ്ങനെ സാധിക്കുന്നതെന്ന് വെച്ച്. ആ അത്ഭുതം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്താണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം എന്നോട് കുറച്ച് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞ്, ഇത് ഒരു വല്ലാത്തൊരു സംഭവമാണ്, അപ്പോൾ ഇത് ബ്രെയിനിൻ്റെ എഫക്റ്റാണെന്നൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പുള്ളി കണ്ടെത്തി തന്ന ഒരാശയമായിരുന്നു. ഒരു സ്ഥലത്തുനിന്ന് പണി നടക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് വരച്ചു പോകുമായിരുന്നു. അപ്പോൾ കൺസ്ട്രക്ഷൻ ഒരു സൈഡിൽ നിന്ന് കംപ്ലീറ്റ് തീർന്നു പോകുമ്പോൾ ആ മതിലുകളിലെല്ലാം വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവും ഞാൻ വരക്കാൻ വേണ്ടി. അന്ന് ഇലക്ട്രീഷ്യൻ, പ്ലംബർ, കോൺട്രാക്ടർമാരെല്ലാവരും ഫോൾസ് സെയിൽ ചെയ്യണം. അവർ എല്ലാവരെയും വിളിച്ചിട്ടായിരിക്കും മീറ്റിംഗ് എല്ലാം എടുക്കുന്നത്. ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും 20-25 പേര് ഞങ്ങളുടെ പുറകിലുണ്ടാവും. ഞാനും സാറും ഏറ്റവും മുമ്പിൽ നിൽക്കും. എന്നോട് വരക്കാൻ പറയും.
അപ്പോൾ സ്കെച്ച് അപ്പത്ത് അതൊരു വ്യത്യസ്തമായ കാര്യങ്ങൾ. അപ്പോൾ ഈ കൈ എടുക്കാതെ വരക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു പേനയോ പെൻസിലോ എടുത്ത് വരച്ചു തുടങ്ങി കഴിഞ്ഞാൽ ആ തീരണത് വരെ ഞാനത് കൈ എടുക്കത്തില്ല. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റില്ലേ സാറേ? അതാണ് ഈ റൈറ്റ് ബ്രെയിനെ പറ്റി ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ChatGPT നോക്കിയാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ അതിൻ്റെ അകത്ത് തരുന്നുണ്ട്. നമ്മളിത് വിഷ്വൽ മനസ്സിലേക്ക് വീഴണതാണ് ഫസ്റ്റ്. ആ ഫോട്ടോജനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വരച്ച് തീരുന്നവരെയും എൻ്റെ ബ്രെയിനിന് എടുക്കുന്നത് മുഴുവനും അതിൻ്റെ ലൈനുകൾ മാത്രമാണ്. ആലോചിക്കുകയോ വേറെ റെഫറൻസ് ഒന്നും നമ്മുടെ മുമ്പിലേക്ക് വരണ്ട. നമ്മളൊരു സിനിമ കാണുന്നത് പോലെ ഇപ്പം നമ്മുടെ ഏതൊരു പ്രതിമ, ഇപ്പം മോഹൻലാൽ അല്ലെ മമ്മൂട്ടി, ഇവരുടെയൊക്കെ ഒരു ഫിഗറിൻ്റെ പ്രത്യേകത നമ്മുടെ മനസ്സിലുണ്ട് എന്ന് പറയുന്ന സെയിം ആശയം തന്നെ ഇവിടെ സംഭവിക്കുകയാണ്. ഒരു കോൺസെപ്റ്റ് ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞേക്കാം. എൻ്റെ വരയുടെ ലോകത്ത് ഞാനിത് വരക്കാൻ നേരത്ത് ഇതിൻ്റെ അകത്തൊരു അത്ഭുതം പോലെ വന്നിരിക്കുന്നത്, ഞാൻ പള്ളികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ US ഒരു പള്ളി ചെയ്യുമ്പോൾ എൻ്റെ മകൾ ആർക്കിടെക്റ്റാണ്, മൂത്ത മോളും. അപ്പോൾ ഇത് വരച്ചിട്ടുണ്ടപ്പോൾ മോള് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഡാഡി ഇത് ഏത് ആർച്ചാണ് ഡാഡി ഇതിൻ്റെ അകത്ത് കൂടുതൽ ഉപയോഗിക്കണമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് എനിക്കതിൻ്റെ പേരറിയില്ലെന്ന്. എനിക്കതിൻ്റെ പേരറിയില്ല. ഈ ആർക്കിടെക്ചറിൽ, ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചറിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റൈൽ ഓഫ് ഡിസൈൻ ഉണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് അറിയാതെയാണ് ഞാൻ ആർച്ച് അല്ലെങ്കിൽ ആ പള്ളിയുടെ മാക്സിമം ആ കോൺസെപ്റ്റ് ഒരു ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് സ്കെച്ചാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ ഒരു അത്ഭുതമാണ്. അതൊക്കെ ഈ ബ്രെയിനിൻ്റെ പവറാണ്. എൻ്റെ ബ്രെയിനിൽ എവിടെയോ അതിൻ്റെ അംശം നിലനിന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പിക്ചറാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അരൂർ പള്ളിയും വരച്ചതെന്ന് ഞാൻ അതെ. ഞാൻ ആദ്യമായിട്ട് ആ പള്ളിയിൽ അവിടുത്തെ കൈക്കാരന്മാരും ജനങ്ങളും കൂടി നിൽക്കുന്ന സമയത്ത്, അച്ഛനും കൂടിയുള്ള സമയത്താണ് സൈറ്റ് കാണാൻ എന്നെ വിളിപ്പിച്ചത്. ഞാനും എൻ്റെ കൂടെയുള്ള ആളും കൂടി ഞാൻ സൈറ്റ് കാണാൻ ചെന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങി. സൈറ്റിൽ ചെന്നപ്പോൾ അച്ഛൻ നോർമലി പറഞ്ഞു, ഇവിടം വരെയാണ് പള്ളി വേണ്ടത്, പഴയ പള്ളി പൊളിക്കരുത്, പൊളിക്കുന്നതിന് മുമ്പ് ബാക്ക് സൈഡ് മുഴുവൻ പണിത് വരണം. അവരുടെ ആശയങ്ങൾ മുഴുവൻ നമ്മളോട് പറഞ്ഞു. അതിൻ്റെ സൈറ്റിൽ പോയി നിൽക്കുന്ന സമയത്ത് അവിടുന്ന് മോളെ മാവിൻ്റെ ഒരു ഇല വന്ന് പറന്ന് എൻ്റെ മുമ്പിൽ വന്ന് വീഴുകയും എനിക്ക് അപ്പം തോന്നിയൊരു ആശയമുണ്ട്. ആ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എർത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഫീലാണ് ഇതെല്ലാം. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫീലാണ്. ആ ഫീലിൽ എനിക്ക് തോന്നി ആ ഇല നടുക്കുന്ന എടുത്തിട്ട് അതിൻ്റെ നടുക്കത്തെ ഞരമ്പ് മാത്രം എടുത്തിട്ട് താഴത്തെ ആ പള്ളിയുടെ സ്കെച്ച് വരച്ച് ആ കോൺസെപ്റ്റ് വരയ്ക്കുന്നത് ഒരു 10 സെക്കൻഡ് കൊണ്ട് നടന്നതാണ്. ഇത് ഞാൻ പബ്ലിക്കിൽ തന്നെ, ആ അരൂപ്പള്ളി ആ 10 സെക്കൻഡ് കൊണ്ട് വരച്ചിട്ട് ഞാൻ ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എനിക്ക് എൻ്റെ ഒരു പേപ്പർ എടുത്തിട്ട് എനിക്കൊന്ന് വരക്കാനായിട്ട് സൗകര്യം. അച്ഛൻ പറഞ്ഞ് മേട വന്നിരുന്ന് വരക്കാമെന്ന്. അങ്ങനെ ഞാൻ മേടയിലേക്ക് വന്നു. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ആ പ്ലാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോണ സംഭവം എൻ്റെ മനസ്സിലപ്പോൾ വീണിരിക്കുന്നു 100%. പിന്നെ അത് ആ നമ്മുടെ മനസ്സിലുള്ള ആശയം പുറത്തേക്ക് എടുക്കുക എന്നുള്ള വരകളിലൂടെയാണ്. വര എന്ന് പറയുന്നതിൻ്റെ സപ്പോർട്ട് അവിടെയാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ അവിടെ ചെന്നിരുന്ന് ഞാനത് ജീസസ് ക്രൈസ്റ്റ് കൈവരിച്ച് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഞാൻ വരച്ചത്. അവരോട് പറഞ്ഞ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ ഇതാണ്, ഇതിൻ്റെ എലിവേഷൻ്റെ കോൺസെപ്റ്റ് അതാണ്. ജീസസിനെ ശരിക്കും ആർട്ടിസ്റ്റിക് അല്ല, ആ പാറ്റേൺ ആണ് ഒരു ജീസസ് ക്രൈസ്റ്റ് കൈവരിച്ച്, ആ പ്ലാനാണ് അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അരൂപ്പള്ളിയുടെ ജനനം. ഒരു സ്പെഷ്യൽ ഡിസൈനർന്ന് അതിന് വേണ്ടി ഉപയോഗിച്ചതല്ല. അത് ശരി. ഇത് എങ്ങനെയാ സാധ്യമാകുന്നതെന്ന് സ്വയം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞോ അറിയാതെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണം കൂടി എനിക്ക് പറയാൻ പറ്റും. ഞങ്ങൾ ഇൻറ്റീരിയർ ജോബ് കമ്പനി ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ ഉണ്ടായി വരുന്നതും എല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് തന്നെയാണ്. എൻ്റെ കൂടെയുള്ളവരെല്ലാം ഇന്നും കണ്ടക്ട് ചെയ്യണത് ഞാൻ തന്നെയാണ്. എൻ്റെ ആശയമാണ് എൻ്റെ ജോലിക്കാരെ ഞാൻ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ അവരെ മുമ്പിൽ പൂട്ടിയിട്ട് പുറകിലിരുന്ന് പണിയെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് നയിക്കുന്നതാണ്. അവർക്ക് അത് എന്നേക്കാൾ സ്പീഡാകാനും പറ്റുന്നുണ്ട്. പക്ഷേ അവരെ നിയന്ത്രിക്കുന്നത് ഞാനും കൂടി ആയതുകൊണ്ട് എൻ്റെ ആശയങ്ങളിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നു. പക്ഷേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു മേഖലയുണ്ട്. ഇത് സൈറ്റിൽ കൊണ്ട് ഇംപ്ലിമെൻ്റ്, ആ ആവേശം ഞാൻ അവിടെയും കാണിക്കുന്നുണ്ട്. കാര്യം സൈറ്റിൽ പോയി നിൽക്കുക, പണിക്കാരോടൊപ്പം നിൽക്കുക, ഒരു തലക്കുന്ന മറ്റേ തലക്ക് ഞാൻ തന്നെ നിന്ന് പണിയെടുക്കുക. ഇത് വീണ ഇതൊരു ആവേശമാണിത്. ഒരു പ്രത്യേകിച്ചും ഒരു വലിയൊരു മഹാസംഭവത്തിനേക്കാൾ കൂടുതൽ നമ്മൾ അതിലൊരു ആളായി നമ്മൾ അതിനോടൊപ്പം ചേർന്ന് ജീവിക്കുമ്പോൾ ഞാൻ വരച്ച ചിത്രങ്ങളൊന്നും പേപ്പറിലല്ല, നിറങ്ങൾ കൂട്ടിവെച്ചതൊന്നും ക്യാൻവാസിലുമല്ല, ഞാൻ വരച്ചത് മുഴുവനും പ്രകൃതിയിലാണ്. അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് ഈശ്വരൻ തരുമ്പോൾ അതിനോട് 100% നീതി പുലർത്താൻ ഞാനും ശ്രമിക്കുന്നുണ്ട്. കാര്യം നിർമ്മിച്ചതെല്ലാം പ്രകൃതിയിലാണല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മളെ കയറി ഇടപെട്ട് നമ്മുടെ ആ ഫ്രീ ഫ്ലോ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി? അതിനും എനിക്ക് ആൻസർ ഉണ്ട്. ഒരു ആർക്കിടെക്റ്റിന് മാത്രമല്ല ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയല്ല,
ആഗ്രഹങ്ങൾ വളർത്താൻ എല്ലാവർക്കും സാധിക്കും. തീർച്ചയായും. ഇപ്പോൾ വീണയോട് ഞാൻ ചോദിച്ചിരുന്നു ഈ മുറിക്ക് എന്തുകൊണ്ടാണ് ഈ നിറങ്ങൾ കൊടുത്തതെന്ന്. അപ്പോൾ വീണ എന്നോട് ഈസി ആയിട്ട് പറഞ്ഞു 2 സൈഡിൽ 2 ശൈലി കളറാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ചത്. ഇത് വീണ മാത്രം ആഗ്രഹിച്ചതാണ്. അതെ, ഇതിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഇതിൻ്റെ ഡിസൈനറുടെ ഒരു മിടുക്കാണ്. തീർച്ചയായിട്ടും. അതെ, അത് തന്നെയാണ് ഇത് ആഗ്രഹിക്കാൻ ഏതൊരു ക്ലയൻറ്റിനും സാധിക്കും. അവന് വേണ്ട സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ വളരെ കൗതുകകരമായിട്ടൊക്കെ എൻ്റെ കുട്ടികളോട്, എൻ്റെ മോൾ ആർക്കിടെക്റ്റാണ്, എൻ്റെ കൂടെയുള്ള ആർക്കിടെക്ട്സിനോട്, എൻ്റെ ഡിസൈനേഴ്സിനോട്, നമ്മുടെ ക്ലയൻറ്റ് കാണുന്ന കാഴ്ചകൾ, നമ്മൾ എന്ത് കാണാൻ അവരാഗ്രഹിക്കുന്നുള്ളത് നമ്മുടെ നിറമുള്ള കണ്ണടയിലൂടെ അവരെ കാണിച്ചു കൊടുക്കുക, അവരുടെ ആഗ്രഹങ്ങൾ. അല്ലാതെ എൻ്റെ കയ്യിൽ ഒരു 8 സാധ്യതകളുണ്ട്, എൻ്റെ ബ്രെയിൻ റൈറ്റ് ആണ് ലെഫ്റ്റ് ആണ്, ഞാൻ അസാധ്യത ഒന്നുമില്ല. ഈ രംഗത്ത് നമ്മുടെ ക്ലയൻറ്റ്, എനിക്കിപ്പോൾ 100ഓളം ക്ലയൻറ്റ്സ് ഇപ്പോൾ ലൈവ് ഞാൻ പ്രോജക്റ്റ് കേരളത്തിൽ ചെയ്യുന്നുണ്ട്. ഈ 100 ക്ലയൻറ്റിന് 100 വ്യത്യസ്തമായ അഭിപ്രായമാണ്. കടന്നു വരുന്നത് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ അവരെ വീക്ഷിക്കുമ്പോൾ നേരെ കാണാൻ വീക്ഷിക്കുന്നത് അവരുടെ ഡ്രസ് കോഡായിരിക്കുള്ളൂ. സെക്കൻഡ് ടൈമിൽ ഒന്നും കൂടി വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് കാലഘട്ടത്തിലൂടെയാണ്. ഇതൊരു തന്ത്രമാണ് കേട്ടോ, കച്ചവടത്തിൻ്റെ തന്ത്രം പറയാണ്. ഈ ആണാണെങ്കിൽ അവനുപയോഗിക്കുന്ന പാൻസ്, അവൻ്റെ ഷർട്ട്സ്, അവൻ്റെ കണ്ണട, അവൻ്റെ കയ്യിലെ വാച്ച്, ഇതിലെല്ലാം അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാനായിട്ട് ഒരു സൈക്കോളജി മൂവ്മെന്റ് അതുണ്ട് എൻ്റെ അകത്ത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഏതൊരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അവർക്ക് എത്രമാത്രം ആഗ്രഹങ്ങളാണ് മനസ്സിലുള്ളത്. പക്ഷെ ഈ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു സംഭവം, എൻ്റെ ഈ പ്രായത്തിലൊക്കെ അത്ഭുതപ്പെടുത്തുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഒരു ആർക്കിടെക്റ്റ് ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് മുകളിലാണ് സാധാ മനുഷ്യർ ചിന്തിക്കുന്നത്. വലിയ ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ, ഒരുപാട് ഐഡിയാസും ഒരുപാട് പഠനം നടത്തിക്കൊണ്ടാണ് ഒരു വീട് വെക്കാൻ ഒരാൾ. അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അപ്പൊ നമുക്ക് അതാ ഞാൻ ആദ്യം ചോദിച്ചേ. അപ്പൊ ഇവർക്ക് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രീ ഫ്ലോ ഒരു ഓപ്ഷൻ അല്ലല്ലോ. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പ്രൊജക്റ്റ് ഒരു വലിയ പ്രോജക്റ്റാണ്. വീടെന്ന് പറയുന്നത് കേരളത്തിൽ അടുത്ത ഏറ്റവും വലിയ വീടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരാളുടെ വീടാണ്. ഞാനൊരു 3 മാസമായി, അദ്ദേഹം ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ മീറ്റിംഗ് ദുബായിൽ വെച്ച് നടന്ന്, അടുത്ത മീറ്റിങ്ങിനുള്ള സമയം മിനിഞ്ഞാന്ന് നിശ്ചയിച്ച് ഞാൻ 25-26 തീയതി വീണ്ടും ദുബായിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീട് ചെയ്യുന്ന അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. അദ്ദേഹത്തിന് ഞാനിപ്പോൾ 2 ഓപ്ഷൻ വരച്ച്, 2 ഓപ്ഷനിൽ പുള്ളി ഹാപ്പിയാണ്. പക്ഷെ 2ൽ ഏതാണ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കൺഫ്യൂഷനിൽ പുള്ളി നിൽക്കുകയാണ്. ഇനി അടുത്ത ഓപ്ഷൻ ഒന്നും കൂടി ഇപ്പോൾ നാളെ മറ്റന്നാൾ വീണ്ടും ഞാൻ ഒരെണ്ണം ഉണ്ടാക്കുമായിരുന്നു. ഉണ്ടാക്കിയിട്ട് 3 ഓപ്ഷൻ മുമ്പിൽ നോക്കും. ഇത് ചിലപ്പോൾ 50,000, 60,000, 70,000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുന്നത് മാത്രമല്ല, 2,000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുന്നവനും ഇതേ ആഗ്രഹമാണ്. ഇപ്പം മാറ്റങ്ങൾ വരും. മാറ്റങ്ങൾ വരിക എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഉറക്കാതിരിക്കുക. ഞാൻ ഇപ്പോൾ വീണയും ഞാനും കൂടി ഇൻ്റർവ്യൂ നടക്കുമ്പോൾ വീണയുടെ ചോദ്യത്തിന് ഉത്തരം തരുന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ ക്ലയൻറ്റിന് വേണ്ട സംഭവങ്ങൾ ഇന്നതാണെന്ന് ഞാൻ കരുതി നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കാര്യം വീടെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കൊമേഴ്സ്യലിനേക്കാൾ റിസോർട്ടുകൾ ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വീടാണ്. വീടെന്ന് പറയുന്നത് സ്വപ്നമാണ്. സ്വപ്നം കാണുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും ദുഃഖവും ഒക്കെ. അപ്പോൾ സ്വപ്നങ്ങൾ എപ്പോഴും നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വപ്നമാണ് ഭവനം, സ്വപ്നഗൃഹം എന്നാണ് ഞാനെപ്പോഴും പറയാറ്. അപ്പോൾ സ്വപ്നഗൃഹത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആ സ്വപ്നം കാണുന്നവൻ്റെ ഒപ്പം യാത്ര ചെയ്യുമ്പോഴും ഒരു ട്രാവലറിൻ്റെ ഒരു സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്ന പോലെ ആ ഒരു ഫീല് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നമ്മളിങ്ങനെ റിവേഴ്സ് ആയിട്ട് പടം വരച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്ലാൻ വരച്ചു കൊടുക്കുന്നു, കാണുന്ന ക്ലയന്റ് വളരെ ഹാപ്പിയാണ്. പക്ഷെ ഇത് ചെയ്യുന്ന ഇത്തരത്തിലൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനൊരു ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ടാവില്ലേ? എന്താണ് സാർ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട്? ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മളൊരു പെർഫോം ചെയ്യാനല്ല ഈ വരക്കുന്നത്, ഇത് അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ പണ്ട് ശ്രീനിവാസന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇംപ്രസ് ചെയ്യാനല്ല, പണ്ടൊരു ശ്രീനിവാസന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരാൾ നടന്നു പോകുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് നടന്നു പോകുന്നതുപോലെ കണ്ട് അപ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതും. എന്ന് വെച്ചാൽ ഇത് സംഭവിക്കുന്നത് ഇന്നതുപോലെ ആകാൻ വേണ്ടിയല്ല നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ ബലഹീനത ബ്രെയിൻ്റെതാണോ അല്ല അതിൻ്റെ പോസിറ്റീവ് ആണോ എന്ന് എൻ്റെ ഡിസൈനാണ് അത് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഇതെന്തുകൊണ്ടാണെന്ന് ഞാനും എൻ്റെ ടീമുകൾ സ്റ്റഡി നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ ബുക്ക് ഓഫ് റെക്കോർഡ് ചെയ്തതും കൈയെടുക്കാതെ വരച്ചിട്ടും അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ ഇട്ടത് അതിനു വേണ്ടിയാണ്. കാര്യം ഇത് പ്രൂവ് ചെയ്ത് വെക്കണമല്ലോ. പിന്നെ ഇത് ആർക്കിടെക്ചറിലാണെങ്കിൽ തന്നെ നമ്മളൊരു അടയാളപ്പെടുത്തലാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ എനിക്കൊന്നും കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ
കണ്ണമാലിപ്പള്ളി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺസെപ്റ്റ്, മ്യൂസിയം പള്ളി ചെയ്യുന്ന സമയത്ത് എൻ്റെ കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്തു. അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ആശയം വന്നത് സെയിൻറ്റ് ജോസഫ് എന്ന് പറയുന്നത് സെയിൻറ്റിൻ്റെ പടങ്ങൾ കാണുമ്പോൾ, ജീസസിൻ്റെ ഫാദറിൻ്റെ പടങ്ങൾ കാണുമ്പോൾ അദ്ദേഹം കയ്യിലൊരു പൂവ് എടുത്തു വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആ പൂവിൻ്റെ ആശയത്തിൽ നിന്നാണ് ഞാൻ അതിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ആ പള്ളി ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്തപ്പോൾ സ്ട്രക്ചർ എഞ്ചിനീയർ റിജക്റ്റ് ചെയ്തു. സ്ട്രക്ചർ എഞ്ചിനീയറിനോട് പറഞ്ഞ് അത് ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഓരോ വഴികളിലേക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് സ്റ്റോറി ഉണ്ടാവും, പഴയ പേജ് വർക്ക്. എൻ്റെ ഒരു കാലത്ത് എൻ്റെ വയറ്റിപ്പഴപ്പിന് ഉപയോഗിച്ചുകൊണ്ടെന്ന് വെച്ചൊരു മാർഗ്ഗമായിരുന്നു ക്രിസ്മസ് നാളിൽ നക്ഷത്രങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുക എന്നുള്ളത്. അതൊക്കെ എൻ്റെ 8-10 വയസ്സിലാണ് ഞാൻ ആ പണികൾക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ കിട്ടുന്ന സമയത്ത് രാത്രി ഇരുന്നുകൊണ്ട് ഈറ്റ ചീവി നക്ഷത്രം ഉണ്ടാക്കിയിട്ട് കടകളിൽ കൊണ്ട് വിൽക്കുമായിരുന്നു. ഈ സ്ട്രെച്ചറിൻ്റെ കോൺസെപ്റ്റിലേക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പണി വീണ്ടും എടുത്തു. ഞാനത് ഈറ്റ കൊണ്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കുന്ന ലാഘവത്തിൽ ഈ മോഡ് കറക്റ്റായിട്ട് മോഡൽ ഉണ്ടാക്കി ഈറ്റ കൊണ്ട് കെട്ടിയിട്ട് ഞാനത് സ്ട്രെച്ചർ എഞ്ചിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ച് കൊടുത്തു. സാർ ഇതിങ്ങനെ ചെയ്താൽ കണക്ട് ചെയ്യാൻ പറ്റില്ല ബീമിലേക്ക്, 8 നില 10 നില പൊക്കത്തിലേക്ക് ഈ റൗണ്ട് ആർച്ച് ചെല്ലുമ്പോൾ നമുക്കിത് കണക്റ്റ് ആവൂലേ, അപ്പോൾ ഇത് ബീം നിൽക്കൂലേ എന്ന് വെച്ചപ്പോൾ നിൽക്കും. അപ്പം ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് പറയണം നിർമ്മാണത്തിന്റെ രീതികളിലല്ല. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ട്? ഇത് ശരിക്കും റെക്കോർഡൊക്കെ ഇട്ടപ്പോൾ 1.5 മണിക്കൂർ കൊണ്ടൊക്കെ വരക്കാനൊക്കെ പറഞ്ഞ് ഒക്കെ വരക്കുന്ന സമയത്ത് നമ്മളൊരു 3/4 മണിക്കൂറൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഒരു ദിവസം രാത്രി ഇത് വരച്ച് കഴിയുമ്പോൾ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ നിൽക്കുമ്പോഴൊരു ടയർഡ്നെസ് ഇല്ലേ, അത് ഉണ്ടാവും. കണ്ണുമൂക്കൊക്കെ ടയർഡാവും. പക്ഷെ അത് ഫിസിക്കലി നമുക്ക് കാണുന്നവർക്ക് അങ്ങനെ തോന്നിയാലും എനിക്കൊരു ഉറക്കക്ഷീണം വന്നാലും വേറെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. നമുക്കുള്ള ഒരു കഴിവിനെ ലോകം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. മറ്റൊരാൾ നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഭൂരിഭാഗ സമയങ്ങളിലും ഉണ്ടാകില്ല. അപ്പോൾ ഇത്തരം ഒരു കഴിവുള്ളപ്പോൾ വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് എനിക്കറിയുന്ന ലോകത്തറിയുന്ന ഒരു മനുഷ്യനും ഇല്ലാത്ത ഇത്തരം ഒരു കഴിവുണ്ടാകുമ്പോൾ സാർ എന്താണ് അതിനെ ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി ചെയ്യുന്നത്? ഒരു 4-5 മാസത്തിന് മുമ്പ് ഞാൻ യാദൃശ്യമായിട്ടാണ് ChatGPT നോക്കി അല്ലെങ്കിൽ ജെമിനിയിൽ നോക്കി ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി പഠിച്ചു തുടങ്ങിയപ്പോഴാണ് അതിന് നമ്മളുടെ പേരിനോളം പറയുന്നതെല്ലാം ലോകത്തിലെ ഗ്രേറ്റ് ആർട്ടിസ്റ്റുകൾക്കാണ് ഈ ഒരു കഴിവ് റൈറ്റ് ബ്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ ആകാംക്ഷയായത്. അപ്പം ഞാൻ എൻ്റെ ടീമുകളെല്ലാം മിടുക്കന്മാരെ പിള്ളേർ എൻ്റെ കൂടെയുള്ളവരെല്ലാവരും അവരും എൻ്റെ മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അടുത്തൊരു സ്റ്റേജിലേക്ക് യാത്രയായി. അങ്ങനെ ഇരിക്കാനാണ് എൻ്റെ ഈ ബഹറിലുള്ള രാകേഷ് നായർ യാദൃശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂജാമുറി വരയ്ക്കുന്ന സമയത്തുള്ള എൻ്റെ സ്പീഡ് കണ്ടിട്ട് പുള്ളി എന്നോട് ഓൺലൈനിലിരുന്ന് വരച്ചോണ്ടിരുന്നു വെച്ചാൽ ഡെസ്കിലാണ് വരച്ചോണ്ടിരുന്നു വെച്ചപ്പോൾ എന്നോട് വെച്ചാൽ മൗസാണോ ഉപയോഗിക്കണത് പാഡിലാണോ വരക്കണത്? ഞാൻ വെച്ചാൽ മൗസാണ്. അപ്പോൾ പുള്ളി ആദ്യം അത്ഭുതം എന്നോട് പറഞ്ഞു, ഇത് ഇത്ര സ്പീഡിൽ എങ്ങനെ മൗസ് കൊണ്ട് വരക്കാൻ പറ്റുന്നത്? ഇത് നമ്മുടെ എല്ലാം ഈ ഒരു സംഭവമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഞാനിത് ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും കോപ്പി ചെയ്യാൻ നോക്കി ഈ ഡിസൈൻ ഉണ്ടാകും വരടെ അല്ല. അപ്പോൾ പിന്നെ ഡിസൈനെ പറ്റിയ പക്ഷേ ജൂട്ട്സ ഞാനും എൻ്റെ വൈഫും കണ്ട കറക്റ്റ് പൂജാമുറിയാണ് അല്ലെ പൂജ ഏരിയയാണ് ജൂട്ട്സിന് വരച്ചത്. അതിൻ്റെ അത്ഭുതത്തിൽ നിന്നാണ് പുള്ളി എന്നെപ്പറ്റി പിന്നെ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എൻ്റെ ഈ യാത്രയിൽ ഇപ്പോൾ ഈ 3 മാസത്തിൻ്റെ ഇടയിൽ എൻ്റെ ഈ എല്ലാ പരിശ്രമത്തിൻ്റെ പുറയിൽ രാകേഷ് എന്ന് പറഞ്ഞ രാകേഷ് നായരോട് കടപ്പെട്ടതാണ്. കാര്യം അദ്ദേഹമാണ് പിന്നെ ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ എന്നെപ്പറ്റി ഇപ്പോൾ UK ഈ റിസർച്ചിനൊക്കെ സാധ്യത ഉണ്ടാക്കിയ പുള്ളിയാണ്. പുള്ളി പറഞ്ഞ ഒരു വേർഡ് ഇത് മാത്രമേ ഉള്ളൂ, ഇതെൻ്റെ ഒരു നിയോഗമാണ്. അപ്പോൾ നമ്മളെല്ലാവരും നിയോഗത്തിൽ വിശ്വസിക്കുക. അപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യമാണ് ഇപ്പൊ ഇത് ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം. അതെ തീർച്ചയായിട്ടും. ഇപ്പൊ ഞാനൊരു ക്ലയന്റ് ആയിട്ട് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റിൽ വീട് വയ്ക്കുമ്പോൾ അതിൽ 3 ബെഡ്റൂം വേണമായിരിക്കും, 3 ബെഡ്റൂമിന് അറ്റാച്ച് ബാത്റൂം വേണമായിരിക്കും, അവിടെ ഇങ്ങനെ ബാൽക്കണി വേണം, ഇങ്ങനെ 100 ആവശ്യങ്ങൾ ഞാനിന്ന് പറയല്ലേ. അപ്പൊ സാറിന്റെ മൈൻഡിലൂടെ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സാർ കാണുന്നത്? ആ സ്പീഡാണത്. ഒരാളത് ശബ്ദിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു എൻഡ് നമുക്ക് പിടിക്കാൻ പറ്റും, ഇന്നതാണ് വീണ പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ആ വീടിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്, എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള. മറ്റേ കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്, ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ. പക്ഷെ മറ്റൊരു അങ്ങനെയല്ല, നിങ്ങളുടെ ആത്മാവിൽ നിന്നാണ് ആഗ്രഹങ്ങൾ വരുന്നത്. അതെൻ്റെ ബ്രെയിനിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നു. അത് ഞാനല്ല അതിൻ്റെ ആൻസർ ആകുന്നത്. എൻ്റെ ബ്രെയിൻ ഭയങ്കര അലർട്ടായിട്ട് നിൽക്കും. അതായിരിക്കണമല്ലോ എൻ്റെ ഒരു സത്യം. അതുകൊണ്ടാണല്ലോ റിസൾട്ട് ആകുന്നത്. ഇത്രയും വീഡിയോകൾ ചെയ്തിട്ടും എല്ലാം നമുക്ക് റിസൾട്ടാക്കി മാറ്റാൻ പറ്റുന്നത് ആ ആഗ്രഹം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതും എൻ്റെ ബ്രെയിനത് കൃത്യമായ രീതിയിലേക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു.
നമുക്ക് സാറിനെ സംബന്ധിച്ചിടത്തോളം ജൂഡ്സൺ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർക്കുകളുണ്ട്. അത് വലിയ വലിയ വർക്കുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു പേടി വരുമായിരിക്കും. കാരണം 50,000 സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ വീടോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ വരയ്ക്കുന്ന ആൾക്ക് ഞാനൊരു ചെറിയ വീടിന്റെ ഐഡിയ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് നമ്മളെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര പരിഗണന നൽകുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനുകൾ. അങ്ങനെയുള്ള ടെൻഷനുകൾക്ക് അടിസ്ഥാനമുണ്ടോ? ഒരിക്കലുമില്ല. ഞാനൊരു ഉദാഹരണം കൂടി പറയണം. 4 കൊല്ലത്തിന് മുമ്പ് ഞാൻ മലപ്പുറത്ത് ഒരു വീട്ടിൽ കോൺക്രീറ്റ് നടക്കുന്നതാണ്. അത്യാവശ്യം വലിയ വീടാണ്. ഞാൻ അന്ന് യാദൃശ്യമായിട്ട് ഞാനന്ന് കോൺക്രീറ്റിങ്ങിൻ്റെ അന്ന് എഞ്ചിനീയേഴ്സ് പോകണതാണ്. പക്ഷേ ഞാൻ ആ സൈറ്റിൽ പോയിരുന്നു. വർക്ക് നടക്കുന്ന സമയത്ത് എൻ്റെ മകളിലെ മോള് നീരജ ദുബായിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു. ഡാഡി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് ഞാൻ ഈ കോൺക്രീറ്റ് നടക്കുന്ന സ്ഥലമാണ് മോളെ, ഇവിടെ നിന്ന് സൈറ്റിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കൗതുകമായിട്ട് എന്നോട് ചോദ്യം ചോദിച്ചു. ആ എല്ലാ ഇതും വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ശബ്ദത്തിൽ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ കേൾക്കണേ, ഡാഡി അവിടെ ജൂഡ്സൺ നിൽപ്പുണ്ടോന്ന്. അപ്പോൾ ജൂഡ്സൺ അവിടെ പരിക്കം കൂട്ടുന്നിടത്ത്, കുമ്മായം സിമെൻറ്റ് കൂട്ടുന്നിടത്ത് ജൂഡ്സൺ ഉണ്ടോ? ജൂഡ്സൺ അവിടെ അതും കൊണ്ട് ചട്ടിയും കൊണ്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നീ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ച്, ജൂഡ്സൺ ഇവിടെയല്ലേ നിൽക്കുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല, ജൂഡ്സൺ പരിക്കനും കൊണ്ട് ചട്ടിയും എടുത്തുകൊണ്ട് ഈ പണിക്കാരുടെ ഇടയിൽ അവർക്ക് സെർവ് ചെയ്തുകൊണ്ട് നിൽപ്പുണ്ടാന്ന് വെച്ചു. അപ്പോൾ എൻ്റെ കണ്ണൊന്ന് ഈർന്നണിഞ്ഞ്. ഞാൻ വന്ന വഴി അതാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. ഒരു ലേമാനായിരുന്നു, ഒരു ഹെൽപ്പറായിരുന്നു. കോൺക്രീറ്റിങ്ങിൻ്റെ സ്ഥലത്ത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് എപ്പോഴും ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ ഈ ജൂഡ്സൺ ഒരിക്കലും ഇപ്പോൾ വീണ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അതിൻ്റെ അകത്തെല്ലാം ഇൻക്ലൂഡ്. ഇപ്പോൾ സാർ സംസാരിച്ച പോലെ വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഓർക്കുമ്പോൾ പോലും വേദനകളുള്ള ഒരു കാലഘട്ടം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എവിടെയായിരുന്നു തുടങ്ങിയത്? പൗലോ കൊയ്ലോയുടെ കഥ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിധി തേടി പോകുന്നൊരു കഥയാണ്. പക്ഷെ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം നമുക്കൊരു സത്യാന്വേഷിയായിട്ടാണ് അതിൽ കാണിക്കുന്നത്. നിധി തേടിപ്പോക്കാണ്. നമുക്ക് എവിടെയും നമുക്ക് മാർഗതടസ്സങ്ങൾ സംഭവിച്ചാലും മാർഗതടസ്സത്തിനെ നമ്മൾ ലഘൂകരിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമുക്കൊരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത് ഇന്നതാണെന്നും ആ പ്രയാണത്തിൽ ഒരു സക്സസ് ഉറപ്പാണ്. ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സിൽ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളുള്ള സമയത്തും ഞാൻ ഡയറി എഴുതുമായിരുന്നു. ഞാൻ ആ സമയത്ത് എഴുതുന്ന ഡയറിയിലെല്ലാം ഞാൻ എൻ്റെ വാക്കുകളിൽ, എൻ്റെ 22-23 വയസ്സാണ്, ഗൾഫിലെ എൻ്റെ തുടക്ക ജീവിതമൊക്കെ വളരെ കഷ്ടം നിറഞ്ഞ ജീവിതമാണ് തുടങ്ങി വെച്ചതെങ്കിലും ആ സമയങ്ങളിലെല്ലാം ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇന്നതാകും, എനിക്ക് ഇന്നതാകാൻ സാധിക്കും. ഒരു ആർക്കിടെക്റ്റ് ആകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, എനിക്കൊരു സക്സസ് ഉണ്ടെന്ന്. ആ സക്സസ് തേടിയുള്ള യാത്രയായിരുന്നു അത്. ഇന്നും ഈ 60ാമത്തെ വയസ്സിൽ ആ ബുക്ക് എടുത്ത് വെച്ച് ഓപ്പണായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ആ ബുക്കും വെച്ചിട്ടുണ്ട്. അത് ഇന്നെല്ലാ യൂത്തിനോടും പറയാനുള്ള എൻ്റെ ഒരു മെസ്സേജുമാണത്. നമ്മൾ സ്വപ്നങ്ങൾ കാണുക, ആത്മാർത്ഥമായി വിശ്വസിക്കുക അല്ലേ? അത് പക്ഷെ ആ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ ആർക്കിടെക്ട് ആകുക എന്ന് പറയുന്നത് ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ആർക്കിടെക്ട് ആകുക എന്നായിരിക്കില്ല അവന്റെ മനസ്സിലൂടെ പോകുന്നത്. അപ്പൊ എന്നായിരുന്നു അതാണ് എന്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞ അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത ഒരു അല്ലെങ്കിൽ ടേൺ ചെയ്ത നിമിഷം? ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല. ഞാൻ സാധാ ജോലിക്ക് പോകുന്ന സമയങ്ങളിലെല്ലാം ഈ വാൾപേപ്പറും ജിപ്സത്തിൻ്റെയൊക്കെ ഒരു ഡെക്കോർ കമ്പനി ഹെൽപ്പറായിട്ട് പോകുമ്പോഴെല്ലാം ഞാൻ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ട് ഖത്തറിലെ ഒരു കമ്പനിയുടെ വാതിക്കലൂടെയാണ് പിക്കപ്പിൽ ഈ ലോഡെല്ലാം കയറ്റിയിട്ട് ഞാൻ ഒരു കൂലിയായിട്ടാണ് പോകുന്നത് അവിടെ. അപ്പോൾ എല്ലാം ഈ കമ്പനിയുടെ ബോർഡിന് നിയോൺ ലൈറ്റ് കാണും ഞാൻ. പക്ഷെ അത് അവിടുത്തെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ഷെയ്ഖ് ഖാനം ബിൻ ഫൈസലിൻ്റെ ഓഫീസാണെന്നോ അല്ലെങ്കിൽ ഇത് പ്ലാൻ വരക്കണ കമ്പനിയാണെന്നോ ഒന്നും ഈ ബാലനായ 22 വയസ്സ് വരെ തികയാത്ത ജൂഡ്സൺ അറിയില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് അതിനുള്ളിലേക്ക് നമ്മളറിയാതെ നയിക്കപ്പെടുകയാണ്. ഒരു ജോലിയും ചോദിച്ചുകൊണ്ട് വരക്കാൻ അറിയാമെന്നുള്ള ഒരു ചെറിയൊരു ധാരണയുടെ പുറത്ത് വരയെല്ലാം ഒന്നാണെന്ന് വിചാരിക്കുന്ന ഒരു മൂടൻ്റെ ലാഘവത്തോടു കൂടി ഞാൻ ആ ഓഫീസിലേക്ക് കയറി ചെല്ലുകയും അവിടെ പെയിൻറ്റിങ്ങിൻ്റെ പണി നടന്നതുകൊണ്ട് മാത്രം ആ ഓഫീസിലേക്ക് എനിക്ക് ചെല്ലാൻ പറ്റും. ഷെയ്ഖിൻ്റെ ഓഫീസാണ്, അവിടുത്തെ മിനിസ്റ്ററിൻ്റെ ഓഫീസാണ്. അങ്ങനെ ചെന്നപ്പോൾ എനിക്ക് ആ ഓഫീസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുകയും അവിടുത്തെ ഒരു ലേഡിയോട് ചെന്ന് എനിക്കറിയാവുന്ന ഭാഷയിൽ ഇങ്ങനെ ചോദിച്ച് എനിക്ക് വരക്കാൻ അറിയാമെന്ന് പറഞ്ഞപ്പോൾ മാനേജർ ആ വഴി കൂടി മെദാത്ത് മുസ്മാൻ എന്ന് പറഞ്ഞ ഒരാളാണ് എന്നെ കണ്ടെത്തിയത്, ഈ ആർക്കിടെക്ചറിലേക്ക് കണ്ടത്. അദ്ദേഹം എന്നെ കൊണ്ട് വരപ്പിക്കുകയും കുട്ടിയോട് അവരോട് പറഞ്ഞു, ഒരു ഈജിപ്ഷ്യൻ ലേഡിയാണ്, അവരോട് പറഞ്ഞ് വരക്കാൻ എന്തെങ്കിലും. അപ്പോൾ അവർക്ക് അവിടെ പെയിൻറ്റിങ് ചെയ്യാനൊരാൾ ആവശ്യമായിരുന്നു, ഈ പ്ലാനിലൊക്കെ കളർ ചെയ്യാനായിട്ട്. അങ്ങനെ പുള്ളി എന്നോട് പറയും, പുള്ളിയുടെ റൂമിലേക്ക് വിളിക്കും. ഒരിക്കലും ഞാൻ അവിടെ പിന്നീട് വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ കാണാനോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനോ ഒന്നും സാധിക്കില്ല. അദ്ദേഹം പറയണം എല്ലാം വഴിമാറി തരും നമുക്ക് അവിടെ എത്താനുള്ള ആ വഴി. അങ്ങനെ ഞാൻ പുള്ളിയുടെ മുമ്പിലിരുന്നുകൊണ്ട് എന്നോട് പറഞ്ഞു വരക്കാൻ പറഞ്ഞു.
ഇത് 3D ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, എനിക്കറിയില്ലെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ അവിടെ പോയിരുന്നു, വേറെ സ്ഥലത്ത് പോയിരുന്നിട്ട് സീനറി, ഈ വെള്ളച്ചാട്ടം, പുഴ, നമ്മുടെ കുട്ടനാട് വള്ളംകളിയൊക്കെ ഒരു 2-3 മണിക്കൂറിന് അറിയാവുന്ന വരകൾ മുഴുവൻ വരച്ച്. അപ്പോൾ അയാൾ പറഞ്ഞ് നല്ല ഫ്രീ ഹാൻഡാണ്, പക്ഷേ നിനക്ക് ഈ ചിത്രം വരയ്ക്കാൻ അറിയണം, 3 ഡയമെൻഷൻ ഡ്രോയിങ്, ആർക്കിടെക്ചറിൽ 3 ഡയമെൻഷൻ ഡ്രോയിങ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്ന് ഞാനപ്പോൾ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യണ സ്ഥാപനത്തിൽ ഇൻറ്റീരിയർ കമ്പനി ആയതുകൊണ്ട് അവിടെ ഒരു ഫിലിപ്പീനോ ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു. അവനോട് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞ് 2 ഡയമെൻഷൻ, 2 ആംഗിളിൽ നിന്ന്, 2 വ്യൂവിൽ നിന്നാണ് എല്ലാ വ്യൂ ഉണ്ടാകുന്നത്. നീ തീവണ്ടിപ്പാളം നോക്കുക, അല്ലെങ്കിൽ റോഡിൻ്റെ നടുക്ക് നോക്കുക, ഒരു ഏകബിന്ദുവിൽ പോയി ഒരു ബിന്ദുവിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതാണ് എൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ അത് എടുത്തിട്ടാണ് നമ്മൾ പിന്നെ വരച്ച് നോക്കുന്നത്. വേളാങ്കണ്ണി പള്ളി പലതും ഇങ്ങനെ വരച്ച് വരക്കുമ്പോൾ നമുക്ക് ആ ലൈവായിട്ട് നമ്മൾ തെളിഞ്ഞ്, അപ്പോഴും ഈ ബ്രെയിനിൻ്റെ ഈ പവർ അപ്പോഴും എനിക്കുള്ളത് കൊണ്ട് ഞാൻ നിലത്തിരുന്ന വരക്കുന്നത്. എനിക്ക് മേശയെ കട്ടിലൊന്നുമില്ല, ഞങ്ങളെല്ലാവരും കൂലികളായതുകൊണ്ട് നിലത്താണ് കിടക്കേണ്ടത്. അപ്പോൾ അവിടെ ഇരുന്ന് വരച്ചിട്ട് 1 മാസം കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ ചെല്ലുകയും ആ ഓഫീസിൽ ചെന്നിട്ട് അദ്ദേഹത്തിനോട് എനിക്ക് വരയ്ക്കാൻ കഴിയുമെന്ന് പറയും. ഞാൻ അന്ന് അവിടെ ഇരുന്നത് വരയ്ക്കുകയും ഒരു ചിത്രം വരച്ചു, 3D വരച്ചപ്പോൾ പുള്ളി പറഞ്ഞു കാലത്ത് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ആ വലിയ ആർക്കിടെക്റ്റിൻ്റെ ഓഫീസിൽ കറങ്ങണ കസേരയിൽ, കറങ്ങണ ബോർഡിൽ, എല്ലാ ആംഗിളും സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള 2-2.5 മീറ്റർ വലിയ ബോർഡിൽ എനിക്ക് കാലത്ത് ജോയിൻ ചെയ്ത് ഞാൻ അവിടെ പോയിരുന്ന് തലേദിവസം ഒരു ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ട് ഞാനൊരു കൂലിപ്പണിയിൽ നിന്നും ദരിദ്രയിൽ നിന്നും മറ്റൊരു മേഖലയിലേക്ക് വരികയും, ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് ബാത്റൂമിൽ പോവുകയും നിലവിളിച്ച് അലറിക്കരയും. ആ അലറിക്കരച്ചൊക്കെ എൻ്റെ പിന്നീടുള്ള വളർച്ചയ്ക്ക് ഗുണപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും. പൊട്ടി വിങ്ങിക്കരഞ്ഞിട്ടാണ് വീണ്ടും സിസ്റ്റത്തിലേക്ക് വന്നിരുന്ന് വരച്ചു തുടങ്ങിയത്. അതൊരു 2ാമത്തെ ദിവസം തന്നെ ആ ചിത്രം കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തല്ല, ഞാൻ അവരുടെ കൂടെ 2.5-3 കൊല്ലം വർക്ക് ചെയ്തു. എല്ലാ ഡ്രോയിങ്ങും വരക്കുമായിരുന്നു, ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉൾപ്പെടെ ചെയ്യാവുന്ന രീതിയിലാണ്. അപ്പോൾ ജോലിയോടൊപ്പം പഠനത്തിനോടൊപ്പം ജോലി, അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. ഈ ഓരോ കാലഘട്ടത്തിനും അതിനനുസരിച്ചുള്ള പഠനങ്ങൾ ആവശ്യമല്ലേ? ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്ലാൻ വരച്ചതിൽ നിന്ന് ഇപ്പോൾ 3D ആയി, AutoCAD ആയി, ഇങ്ങനെ ഗ്രാഫിക്സ് ആയി, പല 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 കാര്യങ്ങൾ. അപ്പോൾ ഇതിലേക്കൊക്കെ എങ്ങനെയാണ് അപ്ഡേറ്റഡ് ആവുന്നത്? നമ്മളുടെ 94, 93, 95 കാലങ്ങളിലാണ് എറണാകുളത്തിൻ്റെ ഒരു ബൂം ഉണ്ടാകുന്നത്. അപ്പാർട്ട്മെൻറ്റും ഫ്ലാറ്റുകളും എല്ലാം സമുച്ചയങ്ങളും പാടങ്ങളെല്ലാം വെട്ടി എറണാകുളം മാറുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് 3Dക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് ജോലിയെപ്പറ്റി എനിക്ക് ആദ്യം കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ മോളുടെ ജനനത്തോട് ബന്ധപ്പെട്ട് എനിക്കൊരു ജോലി വേണമെന്നുള്ള ഒരു നിർബന്ധവും ജീവിക്കാനുള്ള മാർഗ്ഗവും എല്ലാം കൂടി വന്നപ്പോൾ ഞാൻ എറണാകുളത്തുള്ള സി നജീബ് എന്ന് പറഞ്ഞ ആർക്കിടെക്റ്റിൻ്റെ ഒപ്പമാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ കൊടുത്ത് ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ കൂടെയും ജോലി ചെയ്തത്. ഒരു 10 മാസത്തോളം പുള്ളിയോടുകൂടി ജോലി ചെയ്തു. അങ്ങനെ ആദ്യകാലങ്ങളിലാണ് ഭാവൻ സ്റ്റുഡിയോ വരക്കുന്നത്. ഫസ്റ്റ് വർക്ക് ചിലപ്പോൾ അതിൻ്റെ എലിവേഷൻ്റെ കോൺസെപ്റ്റും ഒക്കെ 3D വരച്ചത്. അപ്പോൾ ആർക്കിടെക്റ്റിൻ്റെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ 1 വർഷത്തെടുക്കെ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ എല്ലാ ആർക്കിടെക്ട്സിൻ്റെ യെല്ലോ പേജ് നോക്കി എല്ലാവരും വിളിക്കും, ഞാനിങ്ങനെ പെർസ്പെക്റ്റീവ് വരക്കണം. അപ്പോൾ കേരളത്തിലൊരു കേട്ടറിവില്ലാത്ത പ്രൊഫഷനായിരുന്നു. ആർക്കിടെക്ട്സ് മാത്രമേ അവരുടെ ജോമെട്രിക്കൽ മെത്തേഡിലാണ് 3D വരച്ചുകൊണ്ടിരുന്നത്. ഞാൻ എല്ലാ ആർക്കിടെക്ട്സിനും വിളിക്കുമ്പോൾ എല്ലാ ആർക്കിടെക്ട്സിൻ്റെയും ജോബായിരുന്നു. അങ്ങനെ KG സുമാൻ അസോസിയേറ്റ്സിൽ ഞാൻ ചെല്ലുകയും അന്ന് എനിക്ക് 800 രൂപ ശമ്പളമായിരുന്നു നജീബ് അസോസിയേറ്റ്സിന് കിട്ടിക്കൊണ്ടിരുന്നത്. KG സുമാൻ സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ ടാറ്റ സിറാമിക് ഫാക്ടറിയുടെ ഫാക്ടറിയാണ് ആദ്യമായിട്ട് ഫ്രീലാൻസായിട്ട് ഞാൻ വരച്ചത്. ടാറ്റ സിറാമിക് ഫാക്ടറി വരച്ച് പിറ്റേ ദിവസം 4 മണിക്ക് കൊണ്ടുപോയപ്പോൾ അടുത്ത ഡ്രോയിങ് തന്നു. അതിനുശേഷം സാർ ഒരു ചെക്ക് എഴുതി തന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ പോയതൊരു 300 രൂപ എനിക്ക് വന്നു. 3 ഞാൻ കണ്ടിരുന്നു, വളരെ ആകാംക്ഷയോടെ. ഞാനത് ബസ് സ്റ്റോപ്പിൽ പോയി മെല്ലെ ചെക്ക് എടുത്ത് നോക്കിയപ്പോൾ 3000 രൂപ. അപ്പോൾ ഒരു ഡ്രോയിങ്ങിന് ഒരു രാത്രി കൊണ്ട് 3000 കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എന്നെ വാളോളം ഉയർത്തി. അടുത്ത ഡ്രോയിങ്. പിന്നെ എനിക്ക് കേരളത്തിലെ എല്ലാ ആർക്കിടെക്ട്സിനെയും ഡെയിലി വിളിക്കാനേ ഉണ്ടായുള്ളൂ. അങ്ങനെ ചെറിയൊരു ഓഫീസ് തുടങ്ങി, പലക നിരയിട്ട കുഞ്ഞ് സ്ഥാപനം. അതിലൊരു സ്റ്റാഫിനെയും കൂടി വെച്ചു. പശ്ചിമ കൊച്ചിയിൽ ചുള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യ സംരംഭം ആരംഭിക്കുന്നു. കേരളത്തിൽ അങ്ങോളം എല്ലാ ആർക്കിടെക്ട്സിനും വേണ്ടി ട്രിവാൻഡ്രം തൊട്ട് കോഴിക്കോട് വരെ ആ കാലഘട്ടത്തിൽ എല്ലാ ആർക്കിടെക്ട്സിനും 3D വരക്കലായിരുന്നു എൻ്റെ ഒരു വൻ കയറ്റത്തിന് സാധ്യത തെളിഞ്ഞു. അതിനുശേഷം ഞാനത് ഫ്രീലാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 96, 97 കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിൻ്റെ യുഗം വരുമെന്നുള്ള പ്രതീക്ഷയിൽ, അന്ന് കമ്പ്യൂട്ടർ എത്തിയിട്ടില്ല, ഉടനെ തന്നെ കമ്പ്യൂട്ടർ മേടിച്ച് കമ്പ്യൂട്ടറിലേക്ക് മാറി. സ്വയം ആരും പഠിപ്പിക്കാതെ 3D ആനിമേഷനും 3D സ്റ്റുഡിയോയും പഠിച്ച് പിന്നെ ആ വർക്കിലേക്ക് മാറി. അപ്പോൾ കൈകൊണ്ട് വരക്കുമ്പോൾ നമുക്കുണ്ടായ മാറ്റം. അപ്പോൾ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ 2008
98-99 കാലങ്ങളിൽ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ മെയിൽ അയച്ചു. എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് ഇറ്റലി, ഇൻ്റർനാഷണൽ ലെവലിൽ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ സ്ഥിരം വർക്കായിരുന്നു. അതിന് എനിക്ക് കറക്റ്റായിട്ട് വർക്ക് അയച്ചു കൊടുക്കും. ഞാൻ ദുബായിൽ 2001 ചെല്ലുന്നതിന് മുമ്പേ ഞാൻ ദുബായിൽ വർക്കുകൾ അവിടുത്തെ ആർക്കിടെക്ട്സിന് വേണ്ടി ചെയ്യുമായിരുന്നു. എല്ലാം മെയിൽ വഴി അയച്ചു വിടും. അവർ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചടിച്ച് തരും. അവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ അടക്കും. അപ്പം ഏതൊരു കാലഘട്ടത്തിലും ഇതിപ്പോൾ ഞാൻ വീണയോട് ഇത് പറയുന്നത് AI എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഇപ്പം നമ്മുടെ കൺമുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എല്ലാവരുടെയും പ്രൊഫഷനിൽ ഒരു ഭയപ്പാടുണ്ട്. പ്രത്യേകിച്ചും ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത് ഡിസൈനിങ് ആണ്, ക്രിയേഷനാണ്. അത് AI സ്ഥാനത്തേക്ക് അത് മാറുമ്പോൾ നമ്മളെത്ര ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. ബ്രെയിനിൻ്റെ പവർ, ഇപ്പോൾ എൻ്റെ സ്റ്റോറിക്ക് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നപ്പോൾ അതിനെ ഉൾക്കൊള്ളുകയും അതിനെ നമ്മുടെ പാട്ടിലേക്ക് മാറ്റുകയും നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എടുക്കുകയും നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും നമ്മുടെ കൈക്കും ശക്തിയുള്ള കാലത്തോളം, പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാകുന്ന കാലത്തോളം പകരം വെക്കാൻ AIക്ക് സാധിക്കില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഞങ്ങളുടെ പ്രൊഫഷനിൽ ഞങ്ങൾ നിന്ന് വർക്ക് ചെയ്യുമ്പോഴും ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾ അതിൻ്റെ കൂട്ട് പിടിക്കുന്നുണ്ട്. അതെല്ലാമല്ല, ഐഡിയാസും ഡിസൈൻ്റെ കോൺസെപ്റ്റും ഒക്കെ നമ്മുടെ ബ്രെയിൻ തന്നെയാണ് തരേണ്ടത്. അല്ലെങ്കിൽ വീണ ഇവിടെ ഇരുന്ന് പലരോടത്തും ചിന്തിക്കുന്നതും ഇറ്റലിയിൽ നിന്ന് ചിന്തിക്കുന്നതും അമേരിക്കയിൽ നിന്ന് ചിന്തിക്കുന്നതും ChatGPT പറ്റി ഒറ്റ ആൻസർ മാത്രമേ അതിന് കിട്ടുള്ളൂ. 100 എണ്ണം കിട്ടുമായിരിക്കാം, 101 ഉണ്ടാവില്ല. അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ചിന്തിച്ചാലും ഈ 100 ഉത്തരങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷെ മനുഷ്യൻ്റെ ബ്രെയിൻ അൺലിമിറ്റഡ്. കറക്റ്റ്. നമ്മുടെ ആരുടെ ജേർണി ആണെങ്കിലും ആ ജേർണിയിൽ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടാൻ എവിടെയെങ്കിലുമൊക്കെ ഒരു കിക്ക് കിട്ടണമല്ലോ. അങ്ങനെ സാറിൻ്റെ ഒരു ജേർണിയിൽ സാറിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന ഇൻസിഡൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ ഇടയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് മെട്രിറ്റ് അവാർഡ് എന്ന് പറഞ്ഞൊരു അവാർഡ് ഉണ്ടായിരുന്നു ആർക്കിടെക്ചറിനെ പറ്റിയുള്ളത്. അപ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ തനിമത്വം എന്ന് വെച്ചാൽ നമ്മൾ എഴുപുന്ന എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു വീട്, ഒരു 3400 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട്, പോണ്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു വീട് ഞാൻ ചെയ്തിരുന്നു. അതിൽ ഒരുപാട് മെസ്സേജ് ഉള്ളൊരു വീടാണ്. കാര്യം വെള്ളം വേസ്റ്റ് ആക്കരുത്, വാട്ടർ എങ്ങനെ സൂക്ഷിച്ചിട്ട് ഉപയോഗിച്ചിട്ട് അതിൽ ആ ഒരു കുളം വീടിൻ്റെ നടുമുറ്റം പോലെ സെൻട്രലായിട്ട് കൊണ്ടുവന്നിട്ട് കുളക്കടവിൻ്റെ വീട്. കുളക്കടവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിലെല്ലാം ചേർന്ന് നിൽക്കുന്നതാണല്ലോ കുളക്കടവ്. ചെയ്തിട്ട് അതിനുള്ളിൽ നിറയെ മീനിട്ട് ആ വീട്ടിലെ എല്ലാ ഭാഗത്തു നിന്നും ഒഴുക്കുവെള്ളം എല്ലാം കുളത്തിലേക്ക് കൊണ്ടുവന്ന് കുളത്തിൽ നിറയെ മത്സ്യങ്ങളിട്ട് ആ മത്സ്യത്തിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ട് അവിടുത്തെ കൃഷിക്ക് നനച്ച് അങ്ങനെ നമ്മളെല്ലാം നാട്ടുഭാഷ കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ പോലെ ചെയ്തിട്ട് അതൊരു വേൾഡിലെ ഏറ്റവും നല്ല 3 വീടുകളിൽ ഒരു വീടായിട്ട് സിൽവർ അവാർഡ് നമുക്ക് ആർക്കിടെക്ട്സിൻ്റെ തന്നെ സ്പെയിനിൽ നടന്ന സ്ഥലത്തുനിന്ന് നമുക്ക് കിട്ടി. അത് ശരി, തീർച്ചയായിട്ടും നമുക്കിങ്ങനെ കിട്ടേണ്ട കിക്ക് തന്നെയാണല്ലോ. അതെ തീർച്ചയായിട്ടും. അപ്പോൾ മനുഷ്യന്റെ ബ്രെയിൻ അൺലിമിറ്റഡ് ആണെന്നും ഈ അൺലിമിറ്റഡ് സാധ്യതകൾ മനസ്സിലാക്കുകയും എന്താ പറയുക അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയും അതിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നതിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പോൾ ഇനിയും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് വരകൾ സാറിൽ നിന്നുണ്ടാകട്ടെ. ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരിക്കും ഒരു കെട്ടിടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതിന് ക്ലയന്റിനെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ഒരു ആർക്കിടെക്ചറൽ ഫേമിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ജൂഡ്സൺ അസോസിയേറ്റ്സിന് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും ഏറ്റവും വളരെ സാധാരണക്കാരന്റെയും വളരെ ഉയരങ്ങളിലുള്ളവരുടെയും സാമ്പത്തികമായി ഏത് നിലവാരത്തിലുള്ളവരാണെങ്കിലും അവരെ എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്നത് കൂടിയാണ് സാറിന്റെ ഏറ്റവും വലിയൊരു കഴിവ്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം സർ.